ഹൈ സുഹൃത്തുക്കളെ, കേരള വാട്ടർ അതോറിറ്റി മീറ്റർ റീഡർ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരും എന്നുള്ളതാണ് PSC നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഈ മാസം തന്നെ ഓഗസ്റ്റിൽ തന്നെ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അപ്പോൾ കഴിഞ്ഞ തവണ 2019 ഇതിനു മുമ്പ് നോട്ടിഫിക്കേഷൻ വന്നത്. ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയൊക്കെ അവസാനിക്കാറായി. ഒരുപാട് പേർക്ക് നിയമനങ്ങൾ കിട്ടിയ ഒരു പോസ്റ്റാണ്. അപ്പോൾ എന്താണ് ഈ തസ്തികയുടെ ക്വാളിഫിക്കേഷൻ, കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷനൊക്കെ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് അറിയാം. അപ്പോൾ അതിന് മുന്നേ പറയട്ടെ, ഈ പരീക്ഷയ്ക്കായിട്ട് KWA മീറ്റർ റീഡർ പരീക്ഷയ്ക്കായിട്ട് എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, ഇതിന്റെ പരീക്ഷയൊക്കെ എന്നത്തേക്ക് ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട് I+ ഒരു വെബിനാർ വെക്കുന്നുണ്ട്, കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെബിനാറിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ആ ഫസ്റ്റ് കമന്റിൽ കൊടുത്തിട്ടുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. വെബിനാറിൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ കഴിഞ്ഞ തവണ 2019 143/2019 എന്നുള്ള കാറ്റഗറി നമ്പറിലാണ് നേരത്തെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതായത് ഒരു 6 വർഷം മുൻപാണ് ഇതിനു മുമ്പ് നോട്ടിഫിക്കേഷൻ വന്നിരുന്നത്. അപ്പോൾ ആ സമയത്തെ വേക്കൻസികളുടെ അടിസ്ഥാനത്തിൽ കേരള വാട്ടർ അതോറിറ്റി മീറ്റർ റീഡർ എന്നുള്ളതാണ് തസ്തികയുടെ പേര്. 19,000 മുതൽ 42,900 വരെയുള്ള ഒരു സാലറി സ്കെയിലായിരുന്നു കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷനിൽ. ഇത്തവണ ഏത് റിവേഴ്സ്ഡ് ആവും. 8 വേക്കൻസികളായിരുന്നു അന്ന് പബ്ലിഷ് ചെയ്തിരുന്നത്. പക്ഷേ നിയമനം നിങ്ങൾ അടുത്ത സ്ക്രീനിൽ കാണിക്കാം. നിയമനം അതിനേക്കാളൊക്കെ ഒരുപാട് കൂടുതൽ നടന്നിട്ടുണ്ട്. 36 വയസ്സ് വരെയാണ് ഇതിന്റെ ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ്. SC ST OBC ഒക്കെ ആണെങ്കിൽ അതനുസരിച്ച് ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. ഇത്തവണയും 36 വയസ്സ് തന്നെ ആയിരിക്കും ഇത്തവണത്തെയും ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് ക്വാളിഫിക്കേഷൻ എന്നുള്ളത്? KWA മീറ്റർ റീഡറുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് ഓർ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ പ്ലംബിംഗ്, അതായത് പ്ലംബറിലുള്ള ITI സർട്ടിഫിക്കറ്റ് ആണ്. ITI സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് NCVT അല്ലെങ്കിൽ SCVT സർട്ടിഫിക്കറ്റ്. ITIയിലുള്ള പ്ലംബിംഗ് എന്നുള്ള ട്രേഡിലുള്ള സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് ആണെങ്കിലും അത് ഓക്കെ ആണ്. അല്ലെങ്കിൽ എന്താണ് NAC സർട്ടിഫിക്കറ്റ്, നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ പ്ലംബിങ്ങിലുള്ള NAC സർട്ടിഫിക്കറ്റ് ആണ് മറ്റൊരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. 3 വർഷത്തെ അപ്രന്റീസ്ഷിപ്പിന് ശേഷം കിട്ടുന്ന NAC സർട്ടിഫിക്കറ്റ്. അല്ലെങ്കിൽ മിനിമം ജനറൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഓഫ് SSLC 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതിന് പുറമെ റീഡിംഗ് ഓഫ് വാട്ടർ മീറ്ററുകൾ റീഡ് ചെയ്യാനുള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അത് വെറുതെ പറഞ്ഞാൽ പോരാ, അതൊരു സർട്ടിഫിക്കേഷൻ വേണം. സർട്ടിഫൈഡ് ബൈ ആൻ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇൻ ചാർജ് ഓഫ് വാട്ടർ വർക്ക്സ് യൂണിറ്റ്. അപ്പോൾ ഈ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള വാട്ടർ മീറ്ററുകൾ റീഡ് ചെയ്യാനുള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ബേസിക് ആയിട്ട് ITI പ്ലംബിംഗ് പഠിച്ച ആളുകൾക്ക്, അല്ലെങ്കിൽ NAC സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ഈ മീറ്റർ റീഡിങ്ങിലുള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞ തവണത്തെ ക്വാളിഫിക്കേഷൻ ആണ് ഇങ്ങനെ നമ്മൾ കാണുന്നത്. ഇത്തവണയും അതിൽ മാറ്റമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇത്തവണത്തെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എന്താണെങ്കിലും നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഇനി ഇതിന്റെ കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷനിലെ അതിന്റെ പരീക്ഷയൊക്കെ നടത്തി റാങ്ക് ലിസ്റ്റ് വന്നത് 2022 ഓഗസ്റ്റ് 20-നാണ്. 2022 ഓഗസ്റ്റ് 20. ഇപ്പോൾ 2025 ഓഗസ്റ്റ് 20 ആയപ്പോഴത്തേന് റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആയിട്ടുണ്ട്. അപ്പോൾ 76 പേരെയാണ് അതിൽ നിന്ന് നിയമനം കിട്ടിയിട്ടുള്ളത്. ഇവർ 8 വേക്കൻസി ആയിരുന്നു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു, പക്ഷേ 76 പേർക്ക് അതിൽ നിന്ന് നിയമനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണയും നമുക്ക് അത് തന്നെ പ്രതീക്ഷിക്കാം, അത്രയും തന്നെ വേക്കൻസികൾ പ്രതീക്ഷിക്കാം. അപ്പോൾ നേരത്തെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. എങ്ങനെ പഠിക്കണം എന്നതുമായി ബന്ധപ്പെട്ട് I+ ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഗൂഗിൾ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഫസ്റ്റ് കമന്റിലായിട്ടുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. നേരത്തെ പഠിക്കുക, നല്ലൊരു സർക്കാർ ജോലി നേടുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.